ഹലോ. ഇൻ്റർവ്യൂ കഴിഞ്ഞു ആസ് യൂഷ്വൽ. നീ ചിക്കിങ്ങിൽ വാ, ഐ വിൽ ബി ദർ. ഹലോ, എത്ര നേരം ഞാനിവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാനിതെവിടെ? നാശം, ചാർജ് തീരാൻ കണ്ടൊരു നേരം. എക്സ്ക്യൂസ് മീ, അർജന്റ് ആണെങ്കിൽ എൻ്റെ ഫോൺ യൂസ് ചെയ്തോളൂ. ഹലോ, ഞാനാ. എന്തായി, ആള് വരാന്ന് പറഞ്ഞോ? ആര്? ഈ ഒഴിഞ്ഞ സീറ്റും തൻ്റെ മുഖത്തെ ടെൻഷനും കണ്ടാലറിയാം താൻ ആരെയോ വെയിറ്റ് ചെയ്തിട്ടാണ്. അത് പിന്നെ വരുന്നതിൻ്റെ ആളാ. ഞങ്ങളുടെ കല്യാണം അടുത്ത മാസം. എനിക്ക് അല്ല, നമ്മളാരാണാവോ കാത്തിരിക്കുന്നത്? ഞാൻ എൻ്റെ ഫ്രണ്ടിനെയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടോ അതോ ലവറോ? ലവറായിരിക്കും. ഈ ഒഴിഞ്ഞ സീറ്റും ആമ്പിള്ളാരുടെ ആകാംക്ഷയൊക്കെ കണ്ട എനിക്കും ചിലതൊക്കെ മനസ്സിലാവും. ഇവിടെ ഇരിക്കുന്നത് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്തിട്ടാണ്. പക്ഷെ ഞാൻ ദുബായിൽ വന്നത് എൻ്റെ ലവറിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ രണ്ടുപേരും ഒരേ റൂട്ടാണല്ലേ? നമ്മുടെ റൂട്ടൊക്കെ ഒന്ന് തന്നെയാണ്, പക്ഷെ എൻ്റെ പെർമിറ്റിലാണ് പ്രോബ്ലം. ഒരു ജോലി, അതും ഈ മരുഭൂമിയിൽ, അതാണ് അവളുടെയും വീട്ടുകാരുടെയും ഡിമാൻഡ്. ഓ, എന്താ പറ്റി? ഞാൻ ചോദിച്ച വിഷമായോ? വിഷമങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാനുള്ളതല്ലേ, അതും ഒരു നല്ല സുഹൃത്തിനോട്. അപ്പോ ഇത്ര വേഗം ഞാൻ നിങ്ങളുടെ സുഹൃത്തായോ? അതെ, അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെടില്ലായിരുന്നല്ലോ. പരമാഷെ, എങ്ങനെയാ കണ്ടതും പരിചയപ്പെട്ടതും? എൻ്റെ ലവ് സ്റ്റോറിയുടെ ക്ലൈമാക്സിൽ തൻ്റെ ആളൊരു വില്ലനായി വരുമോ? വന്നാലും അവൻ വില്ലനാവില്ല. കോളേജിലെ ആദ്യ ദിവസം തന്നെ വൈകി എത്തിയ അവളെ പതിപോലെ എൻ്റെ കൂട്ടുകാരൊക്കെ കമൻ്റ് അടിക്കാൻ പോയപ്പോൾ ഞാനതൊന്നും കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ പോയില്ല. എന്താണ് മോളെ, നേരത്തിനും കാലത്തിനൊക്കെ ക്ലാസ് ചെയ്യുന്നൂടെ? ക്യാമ്പസിൽ എല്ലാവരും അറിയപ്പെടുന്ന അഹങ്കാരിയാണെന്ന് അറിഞ്ഞപ്പോൾ നേരിട്ടൊന്ന് പരിചയപ്പെടാൻ ഞാനൊരവസരം നോക്കിയിരുന്നു. കുറച്ച് ദിവസമായി ഇയാളെ ഒന്ന് പരിചയപ്പെടണമെന്ന് വിചാരിക്കുന്നു. വിരോധമില്ലെങ്കിൽ നമുക്കൊന്ന് സംസാരിക്കാം. പറ്റുമോ? പറ്റില്ല. അതെന്താടി പറ്റാത്ത? ഞാൻ പ്രിൻസിപ്പലോട് കംപ്ലൈന്റ് ചെയ്യും. പിന്നീടൊരിക്കൽ എൻ്റെ കൺമുന്നിൽ എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിലേക്ക് ഞാൻ കണി കണ്ട മുഹൂർത്തം പോലെ അവൾ കയറി വന്നു. എവിടേക്കാ? ഇപ്പൊ സമയമുണ്ടാവോ സംസാരിക്കാൻ? ഒരു സായാഹ്നത്തിലെ ബൈക്ക് യാത്രയിൽ കോളേജ് ഹോസ്റ്റലിനടുത്ത് കാറിടിച്ച നേഹവും അതുവരെയുള്ള വിദ്വേഷം എല്ലാം മറന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഞാനായിരുന്നു. വിവരമറിഞ്ഞ വീട്ടുകാർക്ക് ആ രാത്രിയിൽ എത്താൻ കഴിയില്ലെന്ന സത്യം എനിക്കും ആൾക്ക് നന്നായിട്ടറിയാം.
രാത്രി മുഴുവൻ ആ ഹോസ്പിറ്റൽ വരാന്തയിൽ ഞാൻ അവൾക്ക് കാവലിരുന്നു. മൂന്നാഴ്ചകൾക്ക് ശേഷം ശത്രുവായിരുന്ന സുഹൃത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ടുള്ള നേഹയുടെ ഫോൺ കോൾ. കോളേജ് ക്യാമ്പസിലെ ഈ ക്രൂരന് എവിടേക്കോ നന്മയുണ്ടെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാകണം ഇതുവരെ എന്നോട് ആരും കാണിക്കാത്ത സ്നേഹവും ശ്രദ്ധയും നേഹ എന്നിൽ കാണിച്ചു തുടങ്ങി. പിന്നീടുള്ള ഫോൺ കോളുകളും ക്യാമ്പസ് വരാന്തകളും പ്രണയം എന്ന പുതിയ അനുഭൂതിയിലേക്ക് എന്നെയും അവളെയും കൊണ്ടെത്തിച്ചു. ഹലോ, എവിടെയാ നീ? എന്താ ഇത്ര സന്തോഷത്തില്? ഒരു വലിയ വിശേഷം പറയാനുണ്ട്. എന്താ പറ. എനിക്കൊരു ജോലി കിട്ടി. ആണോ? ടെക്നോ പാർക്ക്, 40,000 rupees സാലറി. ഇനി ഞാൻ വരുന്നുണ്ട് നിന്റെ വീട്ടിലേക്ക്. പക്ഷേ നിനക്കറിയാലോ എത്ര ഡോക്ടേഴ്സിന്റെ എഞ്ചിനീയേഴ്സിന്റെ ആലോചന വന്നതാ എനിക്ക്. വാപ്പൊരു ഗൾഫുകാരനല്ലാതെ മാറി ചിന്തിക്കില്ല. മരണം വരെ ആ മരുഭൂമിയിൽ കിടന്ന് അറിയിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് നിനക്കറിഞ്ഞൂടെ? റിസു, നീ എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കൂ. നെയ്തു കൂട്ടിയ സ്വപ്നങ്ങൾ തകർന്നു വീഴാതിരിക്കാൻ അവളുടെ ഇഷ്ടത്തിന് വഴങ്ങി ഞാൻ ദുബായിലേക്ക് പറന്നു. സ്നേഹിച്ച പെണ്ണിനെ സ്വന്താക്കാൻ നിങ്ങൾ ചെയ്ത ത്യാഗം അപാരം തന്നെ. എന്താ കളിയാക്കിയതാണോ? അല്ല, സത്യം. പ്രണയിക്കുന്നവർക്ക് നിങ്ങൾ നല്ലൊരു വഴികാട്ടി തന്നെയാ. എന്റെ കഥ കേട്ട് പുകഴ്ത്തിയത് മതി. ഇനി തന്റെ കഥ പറ. ദുബായിലെ ഫ്ലാറ്റിനകത്ത് കുട്ടിക്കാലം മുതൽ സ്നേഹവും ലാളനയും സ്വാതന്ത്ര്യം കിട്ടാതെയാ ഞാൻ വളർന്നത്. ഉപ്പയുടെ ഉമ്മയുടെയും വലയത്തിൽ വെള്ളിയാഴ്ചകളിൽ ഒരു പാർക്ക്, ഹോട്ടൽ, അതല്ലെങ്കിൽ ഷോപ്പിംഗ് മാൾ. അതായിരുന്നു എന്റെ പുറം ലോകം. രണ്ടാം കെട്ടുകാരനായൊരു ബിസിനസ്സുമാനുമായി ഞാൻ പോലും അറിയാതെ എന്റെ വിവാഹം ഉറപ്പിച്ചു എന്നറിഞ്ഞ വല്യമ്മ പെട്ടെന്ന് എന്നെ കാണണമെന്ന് പറഞ്ഞ് നാട്ടിലേക്ക് വിളിപ്പിച്ചു. നാട്ടിലേക്ക് എത്തിയപ്പോ എനിക്കൊരു സ്വപ്നലോകത്തെത്തിപ്പെട്ട പ്രതീതിയായിരുന്നു. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സ്നേഹം, അനുഭവിച്ചിട്ടില്ലാത്ത സ്വാതന്ത്ര്യം, ലാളന, കെയറിങ്, അങ്ങനെ അങ്ങനെ എന്തൊക്കെയോ. ഞാൻ എന്നെ തന്നെ മറന്ന് ജീവിക്കാൻ തുടങ്ങിയ നാളുകൾ. പിന്നെ എപ്പോഴൊക്കെയോ ഞാൻ പോകുന്നിടത്തെല്ലാം ക്യാമറ കണ്ണുകളുമായി ആരോ പിന്തുടരുന്നതായി എനിക്ക് തോന്നി. മിന്നിമറഞ്ഞ ഫ്ലാഷുകൾ ഫോട്ടോകളായി എന്റെ ഇമെയിലിൽ ലഭിച്ചു തുടങ്ങിയപ്പോഴാ ആരാണെന്നറിയണമല്ലോ. ആ ജിജ്ഞാസയോടെ ഒരുപാട് തവണ ചോദിച്ചു. നോ റിപ്ലൈ. ഒടുവിൽ എന്താണ് വന്നതെന്നോ? ഒരുപാട് സ്നേഹിക്കുന്ന ഫ്രണ്ട്സ്. ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ. അന്ന് ഒരു പിടി പൂക്കളുമായി
എന്റെ മുന്നിൽ ദാ അങ്ങനെ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നു. ഹാപ്പി വാലന്റൈൻസ് ഡേ പ്രിൻസ്. ഇമെയിലുകൾ പിന്നീട് ടെലിഫോൺ കോളുകളായി. അതെപ്പോഴോ കണ്ടുമുട്ടലുകളിലേക്ക് തെന്നി മാറി. ബിസിനസ് തിരക്കിനിടയിൽ എന്റെ ബാപ്പ പോലും മറക്കാറുള്ള എന്റെ ബർത്ത്ഡേ അത് ഓർമ്മിച്ച് എനിക്ക് കാർഡും എന്റെ ഏറ്റവും ഇഷ്ടമുള്ള ടെഡി ബിയറും സമ്മാനിച്ചപ്പോൾ ആദ്യമായി എന്റെ കൈവിരലിൽ മോതിരമണിയിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയപ്പോൾ എവിടെയൊക്കെയോ ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത ആ അനുഭൂതി അത് പ്രണയമാണെന്ന് ഞാനന്ന് തിരിച്ചറിഞ്ഞു. ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ നിറങ്ങൾ ചാർത്തിയ ദിവസങ്ങൾ. കണ്ണിൽ കണ്ട നസ്രാണി ചക്കന്മാരുടെ കൂടെ അഴിഞ്ഞാടാനല്ല നിന്നെ ഇതുവരെ ഞാൻ വളർത്തിയത്. എന്നെപ്പോലെ കോടീശ്വരനായ ഒരു ബിസിനസ്മാൻ, അവനായിരിക്കണം എന്റെ മരുമകൻ. ഇതോടെ നിർത്തണം എല്ലാം. ഹലോ പ്രിൻസ്, നമ്മുടെ ബന്ധം എന്റെ ബാപ്പ അറിഞ്ഞു. ഇന്നലെ അവരെന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എങ്ങനെയെങ്കിലും എന്നെ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കണം. നിന്നിലൂടെയാ ഞാൻ സ്നേഹം എന്താണെന്ന് അറിഞ്ഞത്. എനിക്ക് ഇവരുടെ കൂടെ ജീവിക്കേണ്ട പ്രിൻസ്. എനിക്ക് നീ മാത്രം മതി. അങ്ങനെ പ്രിൻസിനോടൊപ്പം ജീവിക്കാൻ ഞാൻ വീട് വിട്ടിറങ്ങി. ഇപ്പൊ ഞാനൊരു കൂട്ടുകാരിയുടെ കൂടെയാ. ദാ രാവിലെ ആള് ലാൻഡ് ചെയ്തു. ഇപ്പൊ ഇങ്ങോട്ടെത്തും. ഇനി ഞങ്ങൾ ജീവിക്കും, അതും ഇവിടെ. വീട്ടുകാരുടെ മുന്നിൽ ഞങ്ങൾ ജീവിച്ചു കാണിച്ചു കൊടുക്കും. എക്സ്ക്യൂസ് മീ. ഹലോ, നീ എവിടെയാ? ആണോ? ഓക്കെ, ഞാൻ അങ്ങോട്ട് വരാം. ബൈ. ആരാ? അവനാ, എൻ്റെ ഫ്രണ്ട്. അവൻ പുറത്തുണ്ട്. എന്നാ ഞാൻ പോട്ടെ. അപ്പൊ കല്യാണത്തിന് വിളിക്കാൻ മറക്കണ്ട. തീർച്ചയായും. അല്ല, ഇയാളുടെ നമ്പർ പറഞ്ഞില്ല.
05033326259. റിസ്വാൻ. സജ്ന. See you. അല്ല, അപ്പോ ഇയാൾക്ക് എന്റെ ആളുടെ ഫോട്ടോ കാണണ്ടേ? Sure. എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. റിസ്വാന്റെ മുഖത്തെ ഭാവമാറ്റം അത് ഞാൻ ശ്രദ്ധിച്ചു. എന്താ പറയേ? പ്രിൻസിനറിയോ? അത് ശരിയാവില്ല. അതെന്താ അങ്ങനെ? ഇയാളുടെ കഥ മുഴുവൻ കേട്ടപ്പോൾ ആത്മാർത്ഥ പ്രണയത്തിന് വേണ്ടി ഇയാൾ ചെയ്ത കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ എനിക്കത് പറയാതിരിക്കാൻ വയ്യ. അവനൊരു ഫ്രോഡാണ്. ഇങ്ങനെ പെമ്പിള്ളാരെ വളച്ച് കല്യാണം കഴിക്കാമെന്ന വാക്ക് കൊടുത്ത് അവസാനം മുങ്ങുന്നത് അവൻ്റെ ഒരു സ്ഥിരം പണിയാ. എന്റെ പ്രിൻസിനെ കുറിച്ച് അനാവശ്യം പറയരുത്. ഞങ്ങളുടെ ആത്മാർത്ഥ പ്രണയ നിങ്ങൾ കണ്ടതും കേട്ടതും സത്യമായിരിക്കണമെന്നില്ല. ഞാൻ അറിയുന്ന പ്രിൻസ് ആണെങ്കിൽ അത് സത്യം തന്നെയാ. റിസ്വാൻ പറഞ്ഞതെല്ലാം സത്യമായിരുന്നു. അന്നേ ദിവസം പ്രിൻസ് അവിടെ എത്തി. അയാളുടെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. ഇവിടുത്തെ സുഹൃത്തുക്കൾക്ക് വേണ്ടി 5 സ്റ്റാർ ഹോട്ടലുകളിലും ഡാൻസ് ബാറുകളിലും കാഴ്ചവെക്കാനായിരുന്നു അയാൾ എന്റെ ഇഷ്ടം നിറവേറ്റാൻ എന്ന വ്യാജേന ഇവിടെ എത്തിയത്. ഒരു വിധത്തിൽ അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ ഇനിയുള്ള എന്റെ ജീവിതം എനിക്ക് മുന്നിൽ ഇരുട്ട് മാത്രമാണ് സമ്മാനിക്കുന്നത്. എല്ലാവരെയും ധിക്കരിച്ച് വീട് വിട്ടിറങ്ങി എനിക്ക് കയറി ചെല്ലാൻ ഒരു വീടോ സ്വന്തം എന്ന് പറയാൻ ആരുമില്ല. ആത്മഹത്യ അതൊരു വലിയ തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ഹലോ സജന, റിസ്വാനാണ്. 2 വിശേഷങ്ങൾ പറയാനുണ്ട്. ഒന്ന്, എനിക്കൊരു ജോലി കിട്ടി. അതിനേക്കാൾ വലിയ വിശേഷം, എൻ്റെ നേഹയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. പ്രിൻസിൻ്റെ ഉദ്ദേശം നന്നായി അറിയാവുന്നതുകൊണ്ടാണ് ഞാനൊന്ന് സജനയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷേ സജനയുടെ ഭ്രാന്തമായ സ്നേഹം എൻ്റെ വാക്കുകൊണ്ട് കടിഞ്ഞാടാൻ കഴിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ചിന്തിച്ചത് ആത്മഹത്യയെക്കുറിച്ച് മാത്രമായിരുന്നു. പക്ഷെ നമ്മളെ വേണ്ടാത്തവർക്കായി ജീവിതം തുലയ്ക്കാൻ എൻ്റെ മനസ്സെന്നെ അനുവദിച്ചില്ല സജന വീട്ടിലേക്ക് തിരിച്ചു പോകണം. എല്ലാം ഏറ്റുപറഞ്ഞ ഉമ്മയില്ലാത്ത സ്വന്തം മകളെ ആട്ടിയോടിക്കാൻ സജനയുടെ ബാപ്പയ്ക്ക് കഴിയില്ല. സജനയുടെ കൂടെ വന്നാരാ? ഞാനാ. പ്രസവിച്ചുട്ടോ, പെൺകുട്ടിയാ. ആണോ? സജന പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലാ. ശരി. കുട്ടീനെ വേണമെങ്കിൽ ഇപ്പൊ ഇവിടെ കണ്ടോളൂ. മോളെ കണ്ടോ? കണ്ടു. ആരെ പോലെയാ? എന്താ ഇങ്ങനെ നോക്കുന്നേ? എന്നെ കാണുന്ന ആദ്യമായിട്ടല്ലോ. അതല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു. നമ്മൾ കണ്ടതും പരിചയപ്പെട്ടതും 2 വഴികളിലൂടെ സഞ്ചരിച്ച് നമ്മൾ ഒന്നായതും അതാണ് പ്രണയം. ഒരുപാട് നന്ദിയുണ്ട്. നന്ദി പറയേണ്ടത് ഞാനല്ലേ? എല്ലാം അറിഞ്ഞിട്ടും എന്നെ സ്വീകരിച്ചതിന്, മരണത്തിൽ നിന്നും എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്, എന്റെ ജീവിതം ഇത്ര മനോഹരാക്കിയതിന്. നോക്കല്ലേ ഇതിനെ ആ ചെറിയ സ്പാൻഡറും കൂടെ എടുക്ക്. ഇപ്പൊ ശരിയായിട്ട് ആ
എന്നെ പോലെ കോടീശ്വരന എന്നെ പോലെ അത് അതിൽ ആക്ഷൻ. ഇതോടെ നിർത്തണം എല്ലാം. ഓണമെങ്കിൽ കണ്ണിൽ കണ്ട നസ്രാണി ചെക്കന്മാരുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ലേ.